ഹലോ ഗൈസ്, അപ്പം ഞാൻ രാവിലെ തന്നെ ജോലിക്ക് പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് സത്യം പറഞ്ഞാൽ 9:30 ആകുമ്പോഴേക്കും എത്തിയാൽ മതി. ഞാൻ സത്യം പറഞ്ഞാൽ 9:20 കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാറുള്ളൂ. എന്നാലും ഓട്ടോ ഒക്കെ ആയിരിക്കും കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ പോവുകയാണ്. നമുക്ക് ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റൊക്കെ യാത്രയേ ഉള്ളൂ. അത് ഞാൻ പല വീഡിയോയിലും പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങോട്ടേക്ക് മീനങ്ങാടി, ഇങ്ങോട്ടേക്ക് പനമരം, ഞാൻ അതും പല വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഓടടാ ഓട്ടമാണ്, സ്പീഡിൽ നടന്നു പോവുകയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ എത്തണമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇതാണ് കേട്ടോ നമ്മുടെ എന്താ പറയുക, വീട്ടിൽ നിന്ന് ഇറങ്ങിയ ആ ബസ് സ്റ്റോപ്പിൻ്റെ അവിടുത്തെ സിമൻറ്റ് ഗോഡൗൺ. പിന്നെ ഇത് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലം. വന്ന വട നിറച്ച് തുണി വെട്ടിയതിൻ്റെയൊക്കെ വൃത്തികേടായി കിടപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ഒരുപാട് കുന്നുകൂടി കിടക്കുന്നതിന് മുന്നേ എല്ലാം അടിച്ച് വാരി വൃത്തിയാക്കുവാണെങ്കിൽ അത് അന്നേരം ഉള്ളത് അന്നേരം അങ്ങ് വൃത്തിയാക്കുവാണെങ്കിൽ പിന്നെ വൃത്തികേടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാം ഉള്ളത് ആദ്യം അങ്ങ് അടിച്ചു വരാണ് കേട്ടോ. ഇല്ലേ പിന്നെ ഫുള്ള് കുന്നുകൂടിയിരുന്ന ഇരട്ടിപ്പണിയായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തെടുത്തു, ഉള്ള ഡ്രസ്സൊക്കെ മുഴുവൻ ഒന്ന് മടക്കി വെക്കുകയാണ് കേട്ടോ. നമുക്ക് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് മുഴുവൻ, കൊടുക്കാനുള്ളത് മുഴുവൻ എടുത്ത് മടക്കി വൃത്തിയാക്കി എടുത്ത് വെക്കുവാണ്. നമ്മുടെ ഫോണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയി ഗൈസ്. അപ്പം നമ്മുടെ ഫോണെന്ന് പറഞ്ഞാൽ നമ്മൾ ഓർഡർ എടുക്കുന്ന ഫോണ് എന്താ പറ്റിയെന്നറിയില്ല. ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നതുകൊണ്ട് ഹാങ് ആയിട്ട് സംഭവം എന്താണെന്നറിയില്ല. 24 മണിക്കൂർ കഴിയേണ്ട നമ്മുടെ ഫോൺ ഓൺ ആവില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ നമുക്ക് ഫോണിലൊന്നും ചെയ്യാൻ പറ്റില്ല, ഓർഡർ എടുക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ എന്തെടുത്തു, അപ്പോൾ ഒരുപാട് തുണികളുണ്ടായിരുന്നു നമുക്ക് മടക്കാൻ. അപ്പോൾ അത് മടക്കി കേട്ടോ. മടക്കിയതിന് ശേഷം അവിടെ ഒരു റൂമുണ്ട്, ആ കട്ടിലേൽ നിറച്ച് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന്, നമുക്ക് തയ്ക്കേണ്ട തുണി തന്നെയാണ്, അതെല്ലാം ഒന്ന് ഞാൻ അതും എടുത്ത് വീണ്ടും മടക്കി വെക്കുവാണ് കേട്ടോ. അപ്പോൾ പിന്നെ അതെല്ലാം മടക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എന്താ പറയുക, ആ പണിയും കഴിയില്ല. അതിൻ്റെ ഇടയ്ക്കാണ് നമുക്ക് കൊറിയർ വന്നത് കേട്ടോ. അപ്പോൾ അത് പോയി ഞാൻ വേഗം പോയി മേടിച്ചുകൊണ്ട് വരികയാണ്. അങ്ങനെ മേടിച്ചതിന് ശേഷം വീണ്ടും കുറേ ഉണ്ട് കേട്ടോ മടക്കി വെക്കാൻ വേണ്ടിയിട്ട്. മടക്കി വെച്ച് എല്ലാം വൃത്തിയാക്കിയതിന് ശേഷമാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പം ഇതെന്താ സംഭവം എന്ന് ചോദിച്ചാൽ, എൻ്റെ ആങ്ങള ഒരുപാട് സാധനം മക്കൾക്ക് വേണ്ടിയിട്ട് തലയിൽ കുത്തുന്നതും അല്ലാത്തതൊക്കെ ഒരുപാട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാഗ്, പിന്നെ കളിക്കുന്ന സാധനം, പിന്നെ ഇതേപോലെ തന്നെ ഇത് ഒരുപാട് ഉപകാരമുള്ളത്, ഇതേപോലത്തെ ഒരുപാട് സൈസ് ഉണ്ടായിരുന്നു, അതും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതും ഓടുകൂടി ആമസോണിൽ നിന്ന് വന്ന് ഇതോടുകൂടി നമ്മുടെ സാധനങ്ങൾ ഓർഡർ ചെയ്തൊക്കെ വന്നു കഴിഞ്ഞു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ സൈഡിൽ ഞാൻ മറിച്ചെന്താണെന്ന് ചോദിച്ചാൽ, അവിടുത്തെ കൊച്ച് ഡ്രസ്സ് ഇടാണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരത്താണ് കണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ മറിച്ചത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിച്ചു. ഫുഡിന് നമുക്ക് എന്തായിരുന്നു, പയറുകറിയും മുട്ട വറുത്തതും, പിന്നെ അവിടുന്ന് എന്തായിരുന്നു, ഇഞ്ചിപ്പുളി കേട്ടോ, മുളകൊക്കെ ഇട്ട് ഇഞ്ചിപ്പുളി അടിപൊളിയായിരുന്നു. അതും കൂട്ടി ഞാൻ നല്ലപോലെ ചോറ് തിന്നതിന് ശേഷം, നമുക്ക് ഓർഡർ ഇല്ലല്ലോ, ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫോണില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എന്തുകൊണ്ട് എടുത്തു, ആ കൊച്ചെൻ്റെ അടുത്ത് വന്നായിരുന്നു, അവൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഞാൻ ആ ഗ്ലാസും കൊണ്ട് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന എല്ലാവരും ചെയ്യുന്ന ആ കാര്യങ്ങൾ ചെയ്യുമായിരുന്നു കേട്ടോ. പക്ഷേ ഗമ്മില്ലാത്തതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അത് അവിടെ നിന്ന് സ്റ്റോപ്പാക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തുകൊണ്ട് എടുത്തു, ഓരോ ഡ്രസ്സ്, അതിനെന്തോ ഒരു പേര് പറയും കേട്ടോ, എല്ലാം തയ്ക്കേണ്ടത് ഓരോന്നോരോന്ന് മാറ്റി മാറ്റി കെട്ടി മാറ്റി എടുത്ത് വെക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ തയ്ക്കാൻ കൊടുക്കുന്നവർക്ക് പെട്ടെന്ന് ഉപകാരമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നത് സെറ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പം ഓരോന്ന് അങ്ങോട്ടും തിരിഞ്ഞ് ഇങ്ങോട്ടും തിരിഞ്ഞ് സെറ്റ് ചെയ്യൽ തന്നെ. അപ്പോഴേക്കും നമുക്ക് പോകാനുള്ള ഏകദേശം ടൈമായിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചായ കുടിച്ചു, ഒരു ബന്ന് കഴിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് ഇറങ്ങാൻ വേണ്ടി നോക്കുകയാണ്. നമ്മൾ ഒരു 5:15 ആകുമ്പോഴേക്കും ഇറങ്ങും. 5 മണി വരെ ആണെങ്കിലും 5:15 ആകുമ്പോൾ ഇറങ്ങും. കാരണം രാവിലെ 9:30 എല്ലാം പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ 9 എന്താ പറയുക 35, 40 ആവും. അതുകൊണ്ട് നമ്മൾ എന്തുകൊണ്ടെടുക്കും, എന്നാൽ പിന്നെ കുറച്ച് ഒരു 15 മിനിറ്റ് കൂടി ഇരുന്നിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ നമ്മൾ വരാറ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം നമ്മുടെ വീഡിയോയിലെന്ന് പറയാൻ ഇങ്ങനത്തെയൊക്കെ വീഡിയോസായിരിക്കും കേട്ടോ കൂടുതൽ വരിക. മറ്റേ വീഡിയോസ്, നമ്മുടെ വീട്ടിലുള്ള വീഡിയോസൊന്നും പൊതുവേ നമുക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഒട്ടും എടുക്കുകയില്ല. അതൊട്ട് പൊതുവേ എടുക്കാനും പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്നെ മാത്രം കാണിച്ചിട്ടുള്ളത് മാത്രം ഞാൻ വീഡിയോയിലിടുന്നത്, എന്നെ മക്കളെ മാത്രമേ ഉള്ളത് കേട്ടോ. അല്ലാത്തൊന്നും ഇടാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണോട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളെന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത്. ഓളെന്ന ഓപ്ഷൻ കൊടുത്താൽ ഇനി എടുക്കുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കില്ല. അപ്പോൾ നാളെ ഒരു പുതിയ